കൊല്ലം സുധിയുടെ മരണശേഷം സുധിയുടെ മക്കൾക്ക് വീട് വയ്ക്കാൻ സ്ഥലം നൽകിയ വൈദികനായിരുന്നു ബിഷപ്പ് നോബൽ ഫിലിപ്പ്. അന്ന് അദ്ദേഹത്തെ അഭിനന്ദിച്ചു പ്രശംസിച്ചും നിരവധി പേരാണ് രംഗത്തെത്തിയിരുന്നത്. ഇപ്പോഴത്തെ ഹിന്ദുമത വിശ്വാസിയായ സുധിയെ ക്രിസ്ത്യൻ ആചാരപ്രകാരം അടക്കിയതിനെ കുറിച്ച് പറയുകയാണ് അദ്ദേഹം. കൊല്ലം സുധിയെ അടക്കിയത് സ്വയം പ്രഖ്യാപിത ബിഷപ്പായ സന്തോഷ് പി ചാക്കോ എന്നയാളാണ്. റിഫോർമഡ് ചർച്ച് എന്ന പേരിൽ സ്വയം പ്രഖ്യാപിത സഭ നടത്തുകയായിരുന്നു അയാൾ ഇപ്പോൾ പൊൻകുന്നം ജയിലിൽ ക്രിമിനൽ കേസിൽ പിടിക്കപ്പെട്ട് പൊൻകുന്നം ജയിലിലാണ് 2 മാസമായി. ഇയാളുടേത് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട സഭയല്ല. ആ സഭ പൂട്ടി, പള്ളി പൂട്ടി സീൽ ചെയ്തു. അയാൾ സ്വയമായി തുടങ്ങിയ പള്ളിയാണത്. സുധിയെ ക്രിസ്ത്യൻ ആചാരപ്രകാരം അയാളാണ് അടക്കിയത്. ക്രിസ്ത്യൻ ആചാരപ്രകാരമാണ് സുധിയെ അടക്കേണ്ടതെങ്കിൽ സുധി മാമോദിസ മുങ്ങണമായിരുന്നു. എന്നാൽ സുധിയെ അയാളാണ് അടക്കിയത്. സുധിയുടെ മകനും ഭാര്യ പിതാവും ഒക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അടക്കിയത്. സുധി ഒരു ഹിന്ദുമത വിശ്വാസിയാണ്. അങ്ങനെ തന്നെ അടക്കം ചെയ്യണമെന്ന് അയാൾ ആഗ്രഹിച്ചിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു കേട്ടതെന്നും അദ്ദേഹം പറയുന്നു. മാത്രമല്ല, ഇവർക്ക് സ്ഥലം കൊടുത്തതിൽ ഡിസ്അഡ്വാൻറ്റേജ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു. എനിക്ക് അവകാശപ്പെട്ട സ്വത്ത് 2 അനാഥ ബാല്യങ്ങളെ ഓർത്താണ് ഞാൻ കൊടുത്തത്. പക്ഷെ എനിക്കിപ്പോൾ തീരാ ദുഃഖവും പുറത്തിറങ്ങാൻ കഴിയാത്ത മനോവേദനയുമാണ് പല വ്യക്തികളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പേരും പ്രശസ്തിയും കിട്ടാൻ വേണ്ടി ചെയ്തതല്ല. മുമ്പും നിർധന കുടുംബങ്ങൾക്ക് സ്ഥലം ഞാൻ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആളുകൾ എന്നെ അവഹേളിക്കുകയാണെന്നാണ് ബിഷപ്പ് പറഞ്ഞത്.